ഹായ്. അപ്പോൾ നമ്മുടെ സാണവാസിൻ്റെയും അനീഷിൻ്റെ അടിപൊളി ഫ്രണ്ട്സായിട്ട് റിയാസിനെ വിളിച്ച് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. ഇവരെ കൊണ്ട് പ്രണയം പറയുന്ന പോലെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞ സീക്രട്ട് ടാസ്ക് അടിപൊളിയായിട്ടാണ്. നമ്മുടെ എനിക്ക് തോന്നുന്നു ഒരു ബിഗ് ബോസിൽ ഇത്രയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഇത്രയും അവർക്ക് ശരിക്കുള്ള ഫ്രണ്ട്ഷിപ്പ് നോക്കണം, അവരുടെ മുഖത്ത് നോക്കണം, ആ ചിരിയിൽ നോക്കണം. അടിപൊളി ഫ്രണ്ട്സാണ്. ഇതേപോലെ ഞാൻ കണ്ടിട്ടില്ല. തെലുങ്കാന കണ്ടില്ല, മലയാളം തമിഴ് കണ്ടിട്ടില്ല, കർണാടക കണ്ടിട്ടില്ല. ഇങ്ങനത്തെ ഒരു ഫ്രണ്ട്സ് ഇല്ല കേട്ടോ. പക്ഷെ ഇവരുടെ രണ്ടുപേരുടെ മുഖത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്രണ്ട്സിൻ്റെ നമുക്ക് അതേപോലെ ഒരു സന്തോഷം വേറെ ഒന്നുമില്ല. നല്ലോണം തിക്ക് ഫ്രണ്ട്സ് ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെയാണ് ഇവരുടെ ഫ്രണ്ട്സ്. അടിപൊളിയായിട്ടാണ് അവരെ കണ്ടാൽ നമുക്ക് തോന്നും ഇതോ വർഷക്കണക്കുള്ള ഫ്രണ്ട്സാണെന്ന് തോന്നണം. പക്ഷെ നല്ല രസമുണ്ട് രണ്ടിനെയും കാണാൻ. രണ്ടുപേരും ഒരേപോലെ യൂണിഫോം അടിപൊളിയാണ് രണ്ടുപേരും. എന്തോ ഒരു ചിരിയാണല്ലേ. അനീഷിന് ഇത്ര നല്ല സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷെ പറയാൻ ഭയങ്കര മടിയായിരുന്നു. പക്ഷെ ഭയങ്കര സ്നേഹം. രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് തല്ലുകൂടാറുണ്ട്. പൊട്ടനും മണ്ടനും കഴുതേനും പറഞ്ഞ് വഴക്കുണ്ടാക്കാറുണ്ട്. പക്ഷെ ഈ ഫ്രണ്ട്സായ പിന്നെ അവർ അങ്ങോട്ട് ഒന്നും പറയാറില്ല. പക്ഷെ സാണവാസ് എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കണ പോവുമായിരുന്നു. നേരത്തെ പോവുമായിരുന്നു. നടുക്ക കയറി നിന്നിട്ട് തടുക്കാനൊക്കെ നോക്കാനൊക്കെ പോകാറുണ്ട്. പക്ഷെ ഇപ്പോൾ അതിനൊന്നുമില്ല. പുള്ളിക്കാരൻ എല്ലാം കോഴി കുഞ്ഞിനെ കൊണ്ടുപോകാൻ നടക്കുന്ന പോലെയാണ് അനീഷ് എനിക്ക് തോന്നുന്നു സാണവാസിനെ കൊണ്ട് നടക്കണം. അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട്.